നമ്മുടെ കരങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അവിടെ നിന്ന് സഹിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷമങ്ങൾ സഹിച്ചിട്ടുണ്ട്. ആ ഒരു സംഭവങ്ങളിലേക്ക് ആ വിശുദ്ധ ഇസ്ലാമിൻ്റെ ഇന്നലകൾ ഒരു പെട്ടെന്ന് പച്ചപ്പരവതാനി വിരിച്ച് നമ്മളിലേക്ക് എത്തിയതല്ല, മറിച്ച് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ടാണ് നമ്മുടെ കരങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ ഏറ്റവും വലിയ നിർബന്ധമായൊരു കാര്യമാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ പേര് കേൾക്കുമ്പോൾ നന്നായി സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് മുഅ്മിനിന്റെ ബാധ്യതയാണ്. മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ അൽ-ബഖീലു മൻ ദുഖിറതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി. ബഖീൽ, പിശുക്കൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ അടുക്കൽ വെച്ച് എന്നെ പറയപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരാൾ അടുക്കൽ വെച്ച് എന്നെ പറയപ്പെട്ടു, പക്ഷേ എൻ്റെ മേൽ അവൻ സ്വലാത്ത് ചൊല്ലിയില്ല, അങ്ങനെയുള്ളവനാണ് പിശുക്കൻ. മാത്രമല്ല ഇമാം മുനാവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലിഅന്നഹു ബഖില അലാ നഫ്സിഹി ഹൈതു ഹറമഹ സ്വലാത്തുല്ലാഹി അശറ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബഖീൽ എന്ന് പറയാനുള്ള കാരണം? സ്വന്തം ശരീരത്തിൻ്റെ മേൽ പിശുക്ക് കാണിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. കാരണം അദ്ദേഹം എങ്ങാനും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് 10 ഗുണങ്ങൾ അല്ലാഹു നൽകുക. ആ ഒരു 10 ഗുണം കിട്ടുന്നതിനെ തൊട്ട് ഇദ്ദേഹം ഈ ഒരൊറ്റ സ്വലാത്ത് ചൊല്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ തടഞ്ഞു വെക്കുകയാണല്ലോ എന്ന് മഹാനവറുകൾ പറയുകയാണ്. മഹാനായ മുല്ല അലിയിൽ ഖാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമൻ ലം യുസല്ലി അലൈഹി ഫഖദ് ബഖില വമനഅ നഫ്സഹു മിൻ അൻ യക്താല ബിൽ മിഖ്യാലിൽ ഔഫാ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്ക് കാണിക്കുകയും ഏറ്റവും വലിയ തുലാസ് കൊണ്ടുള്ള അളവ് അവൻ്റെ ശരീരത്തിന് അവൻ തടയുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് സ്വലാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരാളൊരു മജ്‌ലിസിൽ ഇരുന്നിട്ട് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, അപ്പോൾ ഇത്തരം നല്ല സദസ്സുകളിൽ ഇരുന്നൊരു സ്വലാത്ത് കേട്ട് അദ്ദേഹം സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ സദസ്സിൽ വരുന്നുള്ള പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് കേൾക്കുമ്പോഴും അതുപോലെ തന്നെ അത്തരം നല്ല നല്ല മഹാന്മാരെ പേര് കേട്ട് തർദിയത്ത് ചൊല്ലുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ഉച്ചത്തിലുള്ള തർദിയത്ത്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഒരു സ്വലാത്ത്. അതുപോലെ തന്നെ ഖലീഫമാരെ പേര് പറയുമ്പോൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഉടനെ നമ്മുടെ മനസ്സിൽ നിന്ന് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ മലക്കുകളുടെ പേര് കേൾക്കുമ്പോൾ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ഇങ്ങനെ ഓരോ മഹാന്മാരെ പേര് കേൾക്കുമ്പോഴും അതിനോടനുബന്ധിച്ച് നമ്മൾ ചൊല്ലുന്നത്, നബി തങ്ങളെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക, മഹാന്മാരെ പേര് കേൾക്കുമ്പോൾ തർദിയത്ത് ചൊല്ലുക, മലക്കുകളെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് ചൊല്ലുക. ഇതൊക്കെ നമ്മൾ ഉച്ചത്തിലങ്ങ് മുഴങ്ങുന്നത് ഈമാനിൻ്റെ അടയാളമാണ്. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ പള്ളിയിൽ എല്ലാവരും വെള്ളിയാഴ്ച വരും, പള്ളിയിലിരുന്ന് ഇങ്ങനെ ഖുതുബ കേൾക്കുക. ഖുതുബ കേൾക്കുന്ന സമയത്ത് കലാമു റബ്ബിൽ ആലമീൻ ഖതീബ് മിമ്പറിൽ വെച്ച് അങ്ങനെ ഒന്ന് പറയുമ്പോൾ നമ്മൾ ഉച്ചത്തിൽ പറയാം, സുബ്ഹാനഹു വ തആല വലാ ഇലാഹ ഇല്ലാഹു. പലപ്പോഴും നമ്മൾ ആരും ഉണ്ടാതിരിക്കും. അത് ഉച്ചത്തിലങ്ങ് മുഴങ്ങുമ്പോൾ നമ്മുടെ ഇരു ചുമരുകൾ ഇങ്ങനെ കുലുങ്ങുന്ന രൂപത്തിൽ ജനങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉത്ഭവിക്കേണ്ട ഒരു സംഗതിയാണ് അത്തരം വാചകങ്ങൾ. പലപ്പോഴും നമുക്കതിനൊരു ശബ്ദം വരാത്തതുപോലെയാണ്. അപ്പോൾ ഇന്നു മുതൽ നമ്മളത് ശ്രദ്ധിക്കണം. അങ്ങനെ എത്തരം നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ മനസ്സിൽ നിന്ന് നമ്മൾ ഉച്ചത്തിൽ വരുന്ന ഓരോ സംഗതികളും ഈമാനിൻ്റെ അടയാളമാണ്. ഉദാഹരണത്തിന് ദുആ ചെയ്യുന്ന സമയത്ത് ആമീൻ, നമ്മൾ മനസ്സറിഞ്ഞ് ആമീൻ പറയുന്നത്, സ്വലാത്ത് ചൊല്ലുന്നത്,
അതുപോലെ തന്നെ ദുആക്ക് ശേഷമുള്ള 3 സ്വലാത്തുകൾ, ഇതൊക്കെ നമ്മൾ നല്ല ഒരുമിച്ച് ചൊല്ലുന്ന ഒരു സമയത്ത് എന്തായിരിക്കും അതിൻ്റെ ഒരു അനുഭൂതി. അതുപോലെ തന്നെ നമ്മൾ റമളാനിലൊക്കെ തറാവീഹിന് അതിൻ്റെ 4 റക്അത്ത് സലാം വീട്ടിയതിന് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ, ഈ ദിക്റൊക്കെ നല്ല ഉച്ചത്തിൽ ചൊല്ലുമ്പോൾ അത്തരം സംഗതികളൊക്കെ മഅ്മൂമിങ്ങൾ ചൊല്ലേണ്ട സംഗതികളാണല്ലോ. മഅ്മൂമിങ്ങളും ഇമാമും ഒക്കെ ഒരുമിച്ച് ചൊല്ലേണ്ട സംഗതികളാണ്. അവിടെ നല്ല ഒരുമിച്ച് ചൊല്ലുമ്പോൾ അത് നമ്മുടെ ഈമാനിൻ്റെ അടയാളമാണ്. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. പറഞ്ഞുകൊണ്ടുവന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതമാണ്. ആ മതം വിട്ട് വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. സൂറത്തു ആലു ഇംറാനിലെ 85-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, വല്ലവനും വിശുദ്ധ ഇസ്ലാം അല്ലാത്ത മറ്റൊരു ആശയത്തെ മതമായി അംഗീകരിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്നത് സ്വീകരിക്കൂല എന്ന് മാത്രമല്ല വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, ആഖിറത്തിൽ അവൻ പരാജിതരിൽപ്പെട്ടു പോകും. എന്നാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി അല്ലാഹു നിയോഗിച്ചയച്ച പ്രവാചകരാണ്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ഹുവല്ലദീ, അല്ലാഹു അവനാണ്, അർസല റസൂലഹു ബിൽ ഹുദാ, സന്മാർഗവും സത്യസന്ധവുമായി സത്യമായ മതവുമായി അല്ലാഹു നിയോഗിച്ചയച്ച അല്ലാഹുവിന്റെ ദൂതർ ആ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹ്, ഉപദേശം കേട്ടാലും ഉപകാരമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. എല്ലാവരും അൽഹംദുലില്ലാഹ് സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹു മരണം വരെ സ്വലാത്തുകളൊക്കെ നല്ല ഉച്ചത്തിൽ ചൊല്ലാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തആല പറയാണ്, എല്ലാ മതത്തെയും അതിജയിച്ചുകൊണ്ട് ആ അതിജീവനം നടത്തി വിശുദ്ധ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി അല്ലാഹു നിയോഗിച്ചയച്ച പ്രവാചകരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അത് മറ്റു ആളുകൾക്ക് അത് പിടിച്ചിട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ശരി, അല്ലാഹുവിന്റെ തീരുമാനം വിശുദ്ധ ഇസ്ലാം അത് പ്രചരിപ്പിക്കുകയും അത് ശക്തിപ്പെടുത്തുകയും അത് മുഖേന ഒരുപാട് ജനങ്ങളിലേക്ക് ഹിദായത്ത് എത്തിക്കുക എന്നതുമാണ്. അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നാൽ ആ നബിതങ്ങളുടെ ജീവിത ചരിത്രം നമ്മൾ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ഇങ്ങനെ പാകപ്പെടുത്തിയെടുക്കുകയാണ്. ചെറുപ്പം, യൗവനം, അങ്ങനെ തുടങ്ങി ഓരോ ഘട്ടങ്ങളും വലിയ വലിയ സംഭവമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തആല ചെറുപ്പത്തിലെ എല്ലാ ദുഷ്പ്രവർത്തികളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിൽ, സൽ സ്വഭാവം എടുക്കുകയാണെങ്കിൽ, അത്തരം മുന്തിയ ഒരു സൽ സ്വഭാവം ലോകത്തൊരാൾക്കുമില്ല. സത്യസന്ധത എടുത്തു നോക്കുകയാണെങ്കിലോ അതിനേക്കാൾ സത്യസന്ധത വേറെ ആർക്കുമില്ല. സഹനമെടുക്കുകയാണെങ്കിലും, ഔദാര്യമെടുക്കുകയാണെങ്കിലും, വിനയം എടുത്തു നോക്കുകയാണെങ്കിലും, നീതിയും ധൈര്യവും എല്ലാം എടുത്തു നോക്കുകയാണെങ്കിലും അതിനേക്കാൾ തുല്യമായ ഒരാളെയും ലോകത്ത് കാണാനില്ല. അങ്ങനെയതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നു വരികയാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും അവിടെ നിന്ന് വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടില്ല, അവയുടെ പേരിൽ സത്യം ചെയ്തിട്ടില്ല. കാരണം അന്നത്തെ കാലത്തുള്ള ആളുകൾ ലാത്തയാണ് സത്യം, ഉസ്സയാണ് സത്യം, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളായിരുന്നു. അന്ന് പോലും അത്തരം ഒരു ബിംബങ്ങളെ വിളിച്ച് സത്യം ചെയ്തിട്ടില്ല. അവയുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. ഇന്ന് നോക്കൂ, ഇന്ന് നമ്മൾ ഒരു ഉത്സവം നടക്കുകയാണെങ്കിൽ, ഒന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ
പർദ്ദയിട്ട താത്തമാരെവിടെയാണ്? ചിലപ്പോൾ അവർ പറയും വള വാങ്ങാൻ വന്നതാണ്. വള വാങ്ങാൻ ഉത്സവത്തിൽ തന്നെ പോകേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തെ നമ്മൾ നന്നായി കാത്തു സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരം ഒരു ഉത്സവത്തിലേക്ക് പോയിട്ടില്ല. ആ വിഗ്രഹങ്ങളുടെ പേരിൽ അറുക്കപ്പെട്ടത് ഭക്ഷിക്കപ്പെട്ടിട്ടില്ല. ആ വിഗ്രഹങ്ങളുടെ പേരിൽ ഉത്സവം നടക്കുമ്പോ സുബ്ഹാനല്ലാഹ് ചിലപ്പോഴൊക്കെ അനൗൺസ്മെന്റ് ആണ്. എന്താ അനൗൺസ്മെന്റ്? മൂസഹാജി പറഞ്ഞ പേര് പെടാറില്ലല്ലോ, ഇല്ലാത്തോണ്ട് പറയാം. മൂസഹാജിയുടെ വക 1000 രൂപയുടെ പടക്കം പൊട്ടുന്നു, പടപടാന്ന് പറഞ്ഞിട്ട് പൊട്ടുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? കടുത്ത തെറ്റയല്ലേ അത്? മതസൗഹാർദ്ദം എന്ന് പറയുന്നത് അവരുടെ ഉത്സവത്തിലേക്ക് 1000 രൂപ കൊടുത്തിട്ട് പടപട എന്ന് പറയുന്ന പടക്കം പൊട്ടിക്കാനല്ലല്ലോ. മറിച്ച് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അവരുടെ ഉത്സവം നടത്തുമ്പോ നമ്മൾ അതിനെ വിമർശിക്കാൻ പാടില്ല. അവര് നടത്തിക്കൊള്ളട്ടെ. നമ്മൾ നമ്മുടെ ജുമാ നടക്കുമ്പോ അവര് നമ്മുടെ ജുമായെ എതിർക്കാൻ പാടില്ല. നമ്മുടെ ജുമാ നടക്കട്ടെ. അല്ലാതെ ഒരു ഹൈന്ദവനെ വിളിച്ചിട്ട് നിങ്ങൾ മായശറ വിളിക്കും, മതസൗഹാർദ്ദമാണ്. മറ്റൊരാൾ വിളിച്ചിട്ട് ഖുതുബ ഓതാൻ പറയാം, അത് മതസൗഹാർദ്ദമല്ല. മറിച്ച് ഓരോ മതവും അവരുടേതായ അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ അതിങ്ങനെ നടക്കുക. അവരെ നമ്മളെ കുറ്റം പറയരുത്, അവരെ നമ്മൾ ചീത്ത വിളിക്കരുത്, ഒന്നും ചെയ്യരുത്. അവരുടെ സ്വാതന്ത്ര്യത്തിന് പോകട്ടെ. നമ്മുടെ മതവുമായിട്ട് നമ്മുടെ വിശുദ്ധ ഇസ്ലാം എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അതനുസരിച്ച് നമ്മൾ ജീവിക്കുക. അതാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. ഇരിക്കട്ടെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരം ബന്ധപ്പെട്ട ഉത്സവങ്ങളിലേക്ക് പോയിട്ടില്ല. മാത്രമല്ല അവരുടെ പേരിൽ അറുക്കപ്പെട്ട ഒന്നും തന്നെ ഭക്ഷിച്ചിട്ടില്ല. പ്രകാരമാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യത്തിന്റെ ഒരു തുള്ളി പോലും അവിടുത്തെ ശരീരത്തിലേക്ക് കുടിച്ചിട്ടില്ല, കുറ്റിപ്പോയിട്ടില്ല, ചൂത് കളിച്ചിട്ടില്ല, ശബത്തെ അറുക്കപ്പെട്ടത് തിന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് മഹാന്മാര് പറയാൻ അത്തരം കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായി, വളരെ ഒരു നെവർ മൈൻഡായിട്ട് എല്ലാവരും ചെയ്യുന്ന കാലത്താണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവം തന്നെയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നു വരികയാണ്. ആ വളർന്നു വരുന്ന സമയത്ത് വിശുദ്ധമായ കഅബ പുനർനിർമ്മാണ സമയമാണ്. അങ്ങനെ പുനർനിർമ്മിക്കുന്ന സമയത്ത് എല്ലാവരും കല്ലുകൾ ഇങ്ങനെ ഏറ്റിക്കൊണ്ടു പോകുന്നുണ്ട്. കൂട്ടത്തിൽ ചെറിയ കുട്ടിയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ തങ്ങളതാ തലയിൽ കല്ലും വെച്ച് ഇങ്ങനെ പോകുമ്പോ ആ വസ്ത്രത്തിന്റെ ഭാഗം തലയിൽ വെച്ച് അതിന്മേൽ കല്ല് വെച്ച് കൊണ്ടുപോവാൻ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു നിർദ്ദേശിക്കുകയാണ്. കാരണം ചെറുപ്പത്തിൽ ഇങ്ങനെ പോവുകയാണ്. കല്ലുമായിട്ട് പോകുന്ന സമയത്ത് വേദന ആകണ്ട എന്ന് കരുതിയിട്ട് ആ തലയിൽ ആ വസ്ത്രം ഒന്ന് പൊന്തിച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വസ്ത്രം ഇങ്ങനെ പൊന്തിക്കാൻ പോകുമ്പോഴേ അവിടെ നിന്ന് ബോധം കെട്ടു പോവുകയാണ്. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഔറത്ത് വെളിവാകുമെന്നുള്ള ബേജാർ ആ നബി തങ്ങളുടെ ഔറത്ത് ഇന്നേ വരെ ഒരാളും കണ്ടിട്ടില്ല. അങ്ങനെ എല്ലാ വിഷയത്തിലും മുന്തിയ, എല്ലാ വിഷയത്തിലും ഉന്നതരായ അതുല്യമായ വ്യക്തിത്വത്തിന്റെ ഉടമയായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിക്കുകയാണ്. അങ്ങനെ എല്ലാ നന്മകളിലും പങ്കാളിയായി പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ ദുർബലരുടെ പ്രയാസങ്ങൾ അകറ്റാൻ അധ്വാനിച്ച് ജീവിച്ചു. ആദ്യം സ്വന്തം കുടുംബത്തിന്റെ എല്ലാ വിഷമങ്ങളും പരിഹരിച്ചു. അങ്ങനെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുവാവായപ്പോൾ കച്ചവടത്തിൽ ഏർപ്പെടുകയാണ്. സായിബ് ഇബ്നു അബൂ സായിബിന്റെ പങ്കാളിയായി പിന്നീട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ കൂലിക്കാരനായും കച്ചവടം ചെയ്തു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരമാണെങ്കിലോ
നല്ല വെളുത്ത ശരീരമല്ലേ, അതിനേക്കാളും ഭംഗിയുള്ള ശരീരം വേറെ ആർക്കും അല്ലാഹു തആല നൽകിയിട്ടില്ലല്ലോ. നല്ല ബുദ്ധിശക്തിയുള്ള ആളല്ലേ, സത്യസന്ധനായ ആളല്ലേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാവരും സത്യസന്ധനെന്ന് വിളിച്ചു. ഇരിക്കട്ടെ, ചെറുപ്പകാലം അങ്ങനെ കഴിഞ്ഞ് 35 വയസ്സ് പ്രായമാവുകയാണ്. നമുക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ ആ ഭാഗത്തേക്ക് എത്തിക്കണമല്ലോ, ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ 35 വയസ്സ് പ്രായമായപ്പോൾ ഖുറൈശികൾ കഅബയുടെ പുനർനിർമ്മാണം നടത്തുകയാണ്. ആ സമയത്ത് ഇടക്കാലത്ത് സംഭവിച്ച തീപിടുത്തം കാരണം, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം കാരണം കഅബാലയത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവം നടന്നപ്പോഴാണ് ഖുറൈശികൾ ഈ വിശുദ്ധ കഅബാലയം ഒന്ന് പുനർനിർമ്മിക്കണമെന്ന് മനസ്സിൽ കരുതി അത് പുനർനിർമ്മാണം നടത്തുകയാണ്. അങ്ങനെയെല്ലാം കഴിഞ്ഞു. ഇനി ഹജറുൽ അസ്വദ് അവിടെ സ്ഥാനത്ത് വെക്കണം. അപ്പോഴാണ് ഹജറുൽ അസ്വദ് ആര് വെക്കും? പലരും ഭയങ്കര തർക്കമാണ്. അങ്ങനെ തർക്കം ഇങ്ങനെ എത്തി അവർ തമ്മിൽ, ഗോത്രങ്ങൾ തമ്മിൽ വലിയ വാക്കേറ്റമുണ്ടായി. ഞങ്ങൾ വെക്കും, ഒരു കൂട്ടർ പറയുന്നു, മറ്റൊരു കൂട്ടർ പറയുന്നു ഞങ്ങൾ വെക്കും. അങ്ങനെ വലിയ സംഘർഷം ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന സമയത്ത് അതിൽപ്പെട്ട ഏറ്റവും വലിയ മുന്തിയ ഗോത്രമാണ് അബ്ദുദ്ദാർ, അദി എന്നീ ഗോത്രങ്ങൾ തമ്മിൽ വലിയ വാക്കേറ്റം നടക്കുകയാണ്. അങ്ങനെയതാ ഈ പദവി ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. അബ്ദുദ്ദാർ പറയുന്നു ഞങ്ങൾ വെക്കും, അദി ഗോത്രക്കാർ പറയുന്നു ഞങ്ങൾ വെക്കും ഹജറുൽ അസ്വദ്. അങ്ങനെയതാ ഇവര് വലിയ പ്രതിജ്ഞ ചെയ്യുകയാണ്. ഒരിക്കലും ഞങ്ങൾ വിട്ടുകൊടുക്കൂല എന്ന പ്രതിജ്ഞയുമായി അവര് പലരും ചെയ്യുന്ന പണി എന്താണ്? കൈകൾ ഇങ്ങനെ ചോരയിൽ മുക്കിയിട്ട് ഉയർത്തുകയാണ്. എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കത് വിട്ടുതരണമെന്ന വാശിയാണ്. അതിനിടെ അവരിൽ വലിയ പ്രായം ചെന്ന ഉമയ്യത്ത് ബിൻ മുഗീറ എന്ന് പറയുന്ന ആള് ഒരു അഭിപ്രായം പറഞ്ഞു. എന്താ അഭിപ്രായം? ഉമയ്യത്ത് ബിൻ മുഗീറ എന്ന് പറയുന്നത് ആരാണ്? പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്ത ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ പിതാവാണ്. ഇരിക്കട്ടെ, അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. നിങ്ങളിങ്ങനെ തർക്കിക്കൽ, നമുക്ക് ഒരു പണി ചെയ്യാം. ബനൂ ശൈബക്കാരുടെ വാതിലിലൂടെ ആരാണ് കടന്നു വരുന്നത്, ആ കടന്നു വരുന്ന ആളുടെ അഭിപ്രായം നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് അത് അംഗീകരിക്കാമെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പൊ അങ്ങനെ കാത്തിരിക്കുകയാണ്. ആരാണ് ആ വാതിലിലൂടെ, ബനൂ ശൈബക്കാരുടെ വാതിലിലൂടെ കടന്നു വരുന്നത് ആരാണ് എന്നിങ്ങനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഈ വലിയ ഒരു യുദ്ധത്തിന്റെ വക്കോളമെത്തിയ ഈ പ്രശ്നത്തിന് പരിഹാരം നൽകുന്നത് ആരാണ്? അങ്ങനെ കുറെ കാത്തിരുന്നപ്പോ വരുന്നതാരാണ്? ശറഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വരികയാണ്. വന്നപ്പോ അവർക്കൊക്കെ സന്തോഷമായി. കാരണം നമ്മളൊക്കെ അൽ അമീൻ എന്ന് വിളിക്കുന്ന ആ പ്രിയപ്പെട്ട കുട്ടിയില്ലേ വരുന്നത്, ആ 35 വയസ്സ് പ്രായമുള്ള ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിഷയം പറഞ്ഞപ്പോ ഇവരെല്ലാവരും പറഞ്ഞു, ഹാദാ മുഹമ്മദ്, ഹാദാ അൽ അമീൻ ഖദ് റദീനാ ബിഹി. അത് മുഹമ്മദ് അല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ അമീൻ അല്ലേ, ഖദ് റദീനാ ബിഹി, നമ്മൾ അവരെ കൊണ്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർ പറയുന്നത് എന്താണോ അത് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. തങ്ങളോട് വിഷയം പറഞ്ഞപ്പോ അല്പം ഇങ്ങനെ ആലോചിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മേൽമുണ്ട് ഇങ്ങനെ നിലത്ത് വിരിച്ചതിന് ശേഷം ഹജറുൽ അസ്വദ് അതിലേക്ക് വെച്ചു. എന്നിട്ട് ആ യുദ്ധത്തിന്റെ വക്കോളമെത്തിയ ആ അലി അബ്ദുദ്ദാർ എന്ന് പറയുന്ന ആ ഗോത്രക്കാരെ വിളിച്ചു. അവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇതിന്റെ തല പിടിക്കും, നിങ്ങൾ ഇതിന്റെ തല പിടിക്കൂ. എല്ലാവരും പിടിക്കുന്നു, ഒരുമിച്ചങ്ങ് പിടിച്ച് വിശുദ്ധ കഅബാലയത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയി അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ കൊണ്ട് യഥാർത്ഥ സ്ഥാനത്ത് വെച്ചു. ആ പ്രശ്നം അങ്ങനെ പരിഹരിച്ചു. സുബ്ഹാനല്ലാഹ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നു വന്നു. ഏകദേശം 40-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം അഥവാ റമളാനായാൽ
പരിപൂർണമായി ജനങ്ങളിൽ നിന്ന് വിട്ടുനിന്ന്, മറ്റു കുടുംബ ബന്ധങ്ങളിൽ നിന്ന് മാറി നിന്ന് മക്കയുടെ അടുത്തുള്ള ജബലുൻ നൂർ അഥവാ ഹിറാ ഗുഹയുടെ ഭാഗത്ത് ഒഴിഞ്ഞിരുന്ന ഇബാദത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞുകൂടുമായിരുന്നു. ജീവൻ നിലനിർത്താൻ വേണ്ടി ആവശ്യമായ അല്പം ഭക്ഷണം കൂടെ ഉണ്ടാകും. ഈ ഒരു ഏകാന്തത ഇഷ്ടപ്പെടാൻ ഒരു കാരണമുണ്ട്. അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സായപ്പോൾ അവിടെ നിന്ന് വിശേഷ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി. എന്താണ് വിശേഷ സ്വപ്നങ്ങൾ? ഉണർച്ചയിലൊക്കെ അസാധാരണ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകുകയാണ്. വഴിയിലൂടെ ഇങ്ങനെ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് മരങ്ങളൊക്കെ ഇങ്ങനെ സലാം പറയാണ്. എങ്ങനെ സലാം പറയുന്നത്? സ്വലാത്തു വസ്സലാം അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് വൃക്ഷങ്ങൾ ഇങ്ങനെ സലാം പറയാണ്. വല്ലാത്തൊരു സംഭവമാണ്. കല്ലുകൾ സലാം പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഇന്നീ ലഅരിഫു ഹജറൻ ബിമക്കത, മക്കയിലെ ഒരു കല്ലിനെ എനിക്കറിയാം, എനിക്ക് പരിചയമുണ്ട്. കാന യുസല്ലിമു അലയ്യ, എൻ്റെ മേൽ സലാം ചെല്ലുന്ന ഒരു കല്ലിനെ എനിക്കറിയാം. ഖബലൻ ഉബഅസ, ആ പ്രബോധനത്തിന് വേണ്ടി അതല്ലെങ്കിൽ എന്നെ നിയോഗിച്ചേക്കുന്നതിന് മുമ്പ് എനിക്ക് സലാം പറയുന്ന കല്ലിനെ എനിക്ക് പരിചയമുണ്ട്. ഇന്നീ ലഅരിഫുൽ ആൻ, മക്കയിലുള്ള ആ ഒരു കല്ലിനെ ഇന്നും എനിക്കറിയാം. അപ്പൊ നബി തങ്ങൾ ഒരു സാധാരണ അറബി പയ്യനാണെന്ന് പറയുന്നത് അത് തീർത്തും തെറ്റാണ്. അത്തരം ബിദ്അകളിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിയുകയാണ്. അവിടുത്തെ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ 6 മാസത്തോളം നീണ്ടു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹീന്റെ കാലയളവ് 23 വർഷമാണല്ലോ. അതിൽ ഈ 6 മാസം ഉൾപ്പെടുന്നു എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. ഈ അനുഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏകാന്തത ഇഷ്ടപ്പെടാൻ മാനസികാവസ്ഥ ലഭിച്ചു. അതോടുകൂടെ ഹിറാ ഗുഹയിൽ ഇങ്ങനെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുകയാണ്. അപ്പോഴാണ് ഏകദേശം റമദാൻ 17 തിങ്കളാഴ്ച, ഡേറ്റിൽ അഭിപ്രായമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ ഇബാദത്തിൽ മുഴുകിയിരിക്കുമ്പോൾ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്ന് 40 വർഷവും 6 മാസവും 6 ദിവസവും പ്രായമായി നിൽക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ഇഖ്റ, ഓ നബിയെ തങ്ങൾ വായിക്കൂ. മാ അന ബിഖാരി, വായിക്കാൻ അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അണച്ചു കൂട്ടി പിടിച്ചു. വീണ്ടും വിടുകയാണ്. വീണ്ടും ഓതാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അണച്ചു കൂട്ടി പിടിക്കുന്നു. വീണ്ടും വിടുന്നു. 3 തവണ അങ്ങനെ സംഭവിക്കുകയാണ്. ആ ഒരു അണച്ചു കൂട്ടി പിടിക്കലിനെ കുറിച്ച് ഒരു മലക്കും ഒരു മനുഷ്യനും തമ്മിലുള്ള ഒരു അണച്ചുകൂട്ടൽ അത് വല്ലാത്തൊരു സംഭവമാണ്. പിന്നീടുള്ള വഹ്യുകൾക്കൊക്കെ ഈ അണച്ചുകൂട്ടൽ വലിയ എളുപ്പമായി എന്ന് തഫ്സീറുകളിൽ കാണാൻ കഴിയുകയാണ്. അങ്ങനെ അതാ കാരണം പ്രകാശവും തമ്മിലുള്ള ഒരു ബന്ധം. ഒരു മലക്ക് ഒരു മനുഷ്യനിലേക്ക് ഇറങ്ങുക, ഒരു മനുഷ്യനെ കാണുക എന്ന് പറയുന്നത് വല്ലാത്തൊരു അത്ഭുതമാണ്. ആ ഒരു പ്രകാശവും സംഗമിക്കുമ്പോ അത് തമ്മിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുമ്പോ അത് വല്ലാത്തൊരു പ്രകാശം തന്നെയായി മാറുകയാണ്. അതുപോലെ തന്നെയല്ലേ ഒരു കാന്തവും തമ്മിൽ ഒട്ടുമ്പോ അത് വലിയൊരു ബന്ധം തന്നെയല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് പ്രകാശവും തമ്മിൽ കൂട്ടിമുട്ടുമ്പോ അത് പിന്നീടുള്ള വഹ്യുകൾക്കുള്ള എളുപ്പമാണെന്ന് തഫ്സീറുകളിൽ രേഖപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതാ 3ാമത്തെ അണച്ചുകൂട്ടലിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് ഓതി കേൾപ്പിച്ചു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ 5 ആയത്തുകൾ ഓതി കേൾപ്പിക്കുകയാണ്. ഇത് കേൾപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രബോധനം നടത്താനുള്ള ആദ്യത്തെ ഒരു വഹ്യുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്നതാണ്.
തങ്ങൾക്ക് ഈ ഒരു വലിയ ഉത്തരവാദിത്തമാണല്ലോ ഇത്. വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം എന്ന് പറയുന്നത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. ഇത് ഏറ്റെടുത്ത പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബേജാറായി, വിറക്കാൻ തുടങ്ങി, പനിക്കുകയാണ്. അങ്ങനെ പനിച്ച് വിറച്ച് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ അടുത്തേക്ക് പോവുകയാണ്, ഓടി ചൊല്ലുകയാണ്. അതേ, അതിനെക്കുറിച്ച് കവികൾ പാടുന്നുണ്ട്. ആകെ വിറച്ചവരൊടിയണഞ്ഞ് അന്നേരം നാമോസ് മറഞ്ഞ് അരിമപ്പൂനബി പീഡണയൊന്ന് പൂതപ്പിട്ട് മൂടൂ എന്ന് നബിയുരത്തെ പൂതപ്പിച്ച് ഖദീജയും പ്രിയ സൗജത്തെ പൂതപ്പിട്ട് മൂടൂ എന്ന് നബിയുരത്തെ പൂതപ്പിച്ച് ഖദീജയും പ്രിയ സൗജത്തെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ വേഗം പോകുന്നു ഖദീജ ബീബി റളിയല്ലാഹു അൻഹായുടെ അടുത്തേക്ക്. 40-ാം വയസ്സിൽ നുബുവത്ത് ലഭിച്ചപ്പോൾ അപൂർവമായ അനുഭവത്തിന്റെ ഞെട്ടലിൽ പരിഭ്രമിച്ചതാണ്, വിറച്ചതാണ്, പനിച്ചതാണ്. നേരെ പോയി സമ്മിലുനി യാ ഖദീജ, സമ്മിലുനി യാ ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടൂ, എന്നെ പുതപ്പിട്ട് മൂടൂ. അതേ മഹദിയതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അപ്പൊ ഒന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതെ വേഗം പുതപ്പിച്ച് കിടത്തുകയാണ്. പിന്നീട് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അതേ സംഭവമെല്ലാം ഓതിയ തോഹ, സംഗതി ബോധ്യമായ ഖദീജ, സാന്ത്വനമേകിടും വാക്കുകളാഹ. സംഭവമെല്ലാം ഓതിയ തോഹ, സംഗതി ബോധ്യമായ ഖദീജ, സാന്ത്വനമേകിടും വാക്കുകളാഹ. ആശ്രയമാം നബിയണഞ്ഞേ അഹരവൻ ഒരിക്കലും വിട്ടിയില്ലെന്നേ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹായുടെ അടുത്ത് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംഭവങ്ങൾ ഇങ്ങനെ വിവരിക്കുകയാണ്. വിവരിച്ചപ്പോ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് പറഞ്ഞു, നബിയേ